സാധാരണക്കാരനാണ്, പാവം പിടിച്ച വ്യക്തിയാണ്, താഴെ ലെവലിൽ വന്നൊരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ കോടീശ്വരനൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെടുന്ന പൈസ ഉള്ളതിലൊക്കെ ഒപ്പിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതും ചെയ്തത് കടം പേടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അപൂർവ സ്വത്വം, ഞാൻ സാംസ്കാരിക നായകനൊന്നുമല്ല. എൻ്റെ ബുദ്ധി എൻ്റെ തമ്പുരാനായ മഹാനദിയാണ്. അദ്ദേഹമാണ് എന്നെ ഞാനാക്കിയത്. മഹാനദിയും മഹാദേവും ഈ തമ്പുരാനോട് എന്നും ഏത് രാജ്യത്ത് പോയാലും കടപ്പെട്ടിരിക്കും. ഈ സുന്ദരേഷ് മെമ്പർ ഈ പരിപാടി, ഈ ചടങ്ങ് ചെയ്യാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട, എനിക്ക് അദ്ദേഹത്തിന് ഒരു 35 വർഷം കൊണ്ടറിയാം. അർഹതപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. ഈ പരിപാടി പറഞ്ഞപ്പോഴേ ഫോണിൽ വിളിച്ചേ ഉള്ളൂ, ഞാനെന്താ വരാമല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എല്ലാവർക്കും മഹാദേവന്റെയും മഹാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവും. ദീർഘായുസ്സും ആരോഗ്യം സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നിങ്ങളെ കാത്തോളൂ. ശ്രീയാജിത്ത് വിജയനായകൻ ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായൊരു സമയമെടുത്ത് സംസാരിക്കേണ്ട ഒരു വേദിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധി ഇതേ രൂപത്തിലുള്ള ഒരു നടപ്പന്തൽ ഞങ്ങളെല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്തു. അതിനേക്കാൾ ഒരു പക്ഷേ കുറച്ചുകൂടി മനോഹരമായിട്ടാണ് ഇവിടെ നമ്മുടെ ഈ മഹാക്ഷേത്ര തിരുസന്നിധി ഇത്തരമൊരു നടപ്പന്തൽ നിർമ്മിച്ച് ഇന്ന് ഈ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോൾ ഈ 2 മഹാക്ഷേത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. മഹാഗണപതി ക്ഷേത്രവും മഹാദേവ ക്ഷേത്രവും. തീർച്ചയായും ഈ നാടിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായി ഒട്ടേറെ വിമർശനങ്ങളെല്ലാം ഉണ്ടെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായി നമ്മൾ പലവിധ പശ്ചാത്തല സൗകര്യ വികസനവും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഇവിടുത്തെ ഉപദേശ സമിതി നല്ല മെച്ചപ്പെട്ട നിലയിൽ, ഒരുപക്ഷെ നിങ്ങൾ പറയും അജിത്ത് വിനായകനുള്ള ആളുകളെ പണമുണ്ട് അതുകൊണ്ട് തന്നെ വിനിയോഗിക്കുന്നതാണ് എന്നെല്ലാം നമ്മൾ പറയുമെങ്കിൽ പോലും പണം കൈവശം ഉണ്ടെങ്കിൽ കഥയില്ലല്ലോ. ഇത് ചെയ്യാൻ ആവശ്യമായൊരു മനസ്സുണ്ടാകണമല്ലോ. നാടിനും ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ടി നന്മ ചെയ്യുന്ന രൂപത്തിലേക്ക് തൻ്റെ കൈവശമുള്ള സമ്പത്ത് വഴിതിരിച്ചു വിടുന്ന ഒരു നല്ല സ്വഭാവം ഭക്തിയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇതൊരു ജനസേവനം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഇനിയും ധാരാളമായ ക്ഷേത്രങ്ങൾ ദുർബലാവസ്ഥയിലുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ തേവലപ്പുറം ഒരു ശാസ്ത്രം പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. നിങ്ങൾ പലരും കണ്ടില്ല. ഒരു വലിയൊരു ഗ്രൗണ്ടിൻ്റെ നടുക്കാണ് ആ ക്ഷേത്രം നിൽക്കുന്നത്. ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് അതുവഴി വരുമ്പോൾ മെഴുകുതിരി വെട്ടത്തിലാണ് 2 പേർ ആലിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ ഇരുന്നേരം ശാന്തിയുള്ളൂ രാവിലെ. അപ്പോൾ അവിടെ ഒടിഞ്ഞു വീഴാറായ സ്ത്രീകളോട് ഞാൻ ദീർഘമായി പറയുന്നു. അങ്ങനെ 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഇത്തരം ആളുകളെ പോലെ, അജിത്തിനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ പലപ്പോഴും ദേവസ്വം ബോർഡ് ആശ്രയിക്കുന്നത്. തീർച്ചയായും ഇത്തരം ആളുകളുടെ സമ്പത്ത് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 1250 ക്ഷേത്രങ്ങളുള്ളത്. വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിലടക്കം നമ്മൾ മെച്ചപ്പെട്ട നിലയിലുള്ള പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇനി അവശേഷിക്കുന്ന കാര്യങ്ങളിൽ 2 ക്ഷേത്രങ്ങളിൽ നിരവധിയായ അപേക്ഷകൾ ഉണ്ട്. അതെല്ലാം പരിഗണിച്ച് ആവശ്യം വേണ്ട സഹായം ബോർഡിൻ്റെ ഭാഗത്തുകൂടി സമർപ്പിച്ച് നന്നായി നമുക്ക് ഒറ്റക്കെട്ടായി കൂട്ടായ്മയോടെ ഒത്തൊരുമയോടെ മുമ്പോട്ട് പോകാമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് പ്രൗഢഗംഭീരമായൊരു ചടങ്ങാണ്. ഇന്ന് ഗണേശ ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അജിത്ത് ഉൾപ്പെടെയുള്ള അജിത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു നല്ല ടീം ഇവിടെ ഈ 2 ക്ഷേത്രങ്ങളിലുണ്ട്. ആ ടീമിലെ ഓരോ അംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
മണികണ്ഠേശ്വരൻ ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിലെ മഹത്വമാർന്നതും ശ്രീ മഹാഗണേശ്വരന്റെ അനുഗ്രഹം നിറയുന്നതുമായ ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും ദൃശ്യവാദ്യം വേളകൾ ഗണേശന വേഷങ്ങൾ താലപ്പൊലി മുത്തുക്കുളകൾ കൊണ്ട് പ്രത്യേകതകൾ നിറഞ്ഞ കൊട്ടാരക്കര പേടി മണികണ്ഠേശ്വരൻ ശ്രീ മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിലെ വിനായക ചതുർത്ഥി ഗണേശോത്സവത്തിന്റെ ഭാഗമേളം എന്നിവയുടെയും വേദവീരന്മാരുടെയും അഗ്നിയോടെ അലക്കടലിൽ തിരമാലകൾ എന്ന പോലെ മുഖരിതമാകുന്ന ഗണേശ മന്ത്രോച്ചാരണങ്ങളുടെയും നാമജപാകൃതങ്ങളുടെയും ധ്വനി കൊണ്ട് മന്ത്രം മധുരമാകുന്ന അന്തരീക്ഷത്തിൽ ഭഗവാൻ ശ്രീ ഗണേശന്റെ അനുഗ്രഹ ചൈതന്യം കൊണ്ട് നിറയുന്ന വീരന്മാരെ അണിനിരത്തിക്കൊണ്ട് നടക്കുന്ന ശ്രീ ഗണേശ മഹാഘോഷയാത്ര നാടും നഗരവും ജനമനസ്സുകളും ശ്രീ ഗണേശ ഭക്തി കൊണ്ട് നിറയുന്ന വിനായക ചതുർത്ഥി ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടക്കും